ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഫർ മാസം അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ച് റബീഉൽ അവ്വൽ മാസത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പല പള്ളികളും മദ്രസകളും അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. വലിയ ഒരു ആഘോഷത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പലരും ആരംഭിക്കുകയും ചെയ്തു. സ്റ്റേജിലും പേജുകളിലുമായി സോഷ്യൽ മീഡിയകളിലായി പരസ്പരമുള്ള വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുന്നവരാവട്ടെ, ജന്മദിനങ്ങൾ ആഘോഷിക്കൽ മതപരമായി തെളിയിക്കപ്പെടാത്തതാണെന്ന് അവകാശപ്പെടുന്നവരാവട്ടെ, രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണ്ട എന്ന ഒരു വാദം ആർക്കും തന്നെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണം? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരാൾ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിലുള്ള ഒട്ടേറെ തർക്കങ്ങൾക്ക് പരിഹാരമാണ്. നമ്മൾ കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10ഓളം പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. എന്തുകൊണ്ട്? ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും തന്നെ വിശ്വാസിയാകുന്നതല്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും അല്ല മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാകുന്നതല്ല. ഈ ഒരു ഹദീസ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി പറയാണ്, എന്നെ നിങ്ങൾ സ്നേഹിക്കണം. ഒരു പക്ഷേ എല്ലാ ഖുതുബകളിലും അല്ലെങ്കിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് പ്രഭാഷണത്തിലും നമ്മൾ കേൾക്കാറുള്ള ഒരു ചരിത്ര സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബിമാരും ഇങ്ങനെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാവട്ടെ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരത്തിനിടയിൽ ഉമറിന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഉമറിന്റെ കൈയിലേക്ക് പ്രവാചകന്റെ കൈകൾ ചേർത്ത് വെച്ചു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടി ഒരു വാചകം പറയുകയാണ്, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. ഏതൊരാളും അങ്ങേറ്റം സന്തോഷിക്കുന്ന ഒരു വാക്കാണത്. നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് പറയാണ് അയാളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വാചകം പറഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ, പോരാ, വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, നിങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടണം. നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടണം. ഈ വാചകം പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എന്നാൽ പ്രവാചകരെ, ഇതാ ഇപ്പോ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, എന്നേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആന യാ ഉമർ, അൽആൻ, ഇപ്പോ ക്ലിയർ ആയിട്ട്, ഇപ്പോ ഓക്കെയാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു തോന്നലുണ്ടാകും, ഒരാൾ സ്വന്തത്തിനെയല്ലേ ഇഷ്ടപ്പെടുക, ഒരാൾ സ്വന്തത്തിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഖുതുബയിൽ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ എന്തുകൊണ്ട് സ്നേഹിക്കണം, എന്തുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം? അതിൽ 7 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതിയായി സ്നേഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ എന്നെ സ്നേഹിച്ചോൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, നമ്മളെയും സ്നേഹിച്ചു. എത്രത്തോളം എന്നാൽ മറ്റു പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തുകളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ചില പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരിക. വിശുദ്ധ ഖുർആനിൽ വന്ന ചില പ്രാർത്ഥനകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കതീറൻ മിനന്നാസ്
ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ രക്ഷിതാവേ, തീർച്ചയായും അഥവാ വിഗ്രഹങ്ങളില്ലേ, ആ വിഗ്രഹങ്ങൾ മനുഷ്യരിൽ നിന്ന് വളരെ പേരെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ആരാണോ എന്നെ പിന്തുടരുന്നത് അവൻ എന്നിൽ പെട്ടവനാണ്, ആരാണോ എന്നോട് ധിക്കാരം കാണിക്കുന്നത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന വാചകം കേട്ടോ, ആരാണോ എന്നോട് ധിക്കാരം, എന്നോട് അനുസരണം കാണിക്കുന്നത് ആരാണോ അവരുടെ കാര്യത്തിൽ അല്ലാഹുവേ നീ കരുണയുള്ളവനാണല്ലോ, നീ അങ്ങേയറ്റം കാരുണ്യവാനും പാപം പൊറുക്കുന്നവനുമാണല്ലോ. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിന്റെ വിഷയത്തിൽ ഒരു പ്രാർത്ഥന, അവർക്ക് പൊറത്തു കൊടുക്കണേ എന്ന ഒരു വാക്ക് പറഞ്ഞില്ല. ഇനി ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, നീ അവർക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയാണ്, നിന്റെ അടിമകളാണ്, നിനക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം. അതല്ല, നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേയറ്റം കാരുണ്യമാനും അതേപോലെ തന്നെ യുക്തിമാനുമാക്കിയാണല്ലോ. അവിടെയും ഈസാ നബി അലൈഹിസ്സലാം തന്റെ ഭാഗം ക്ലിയർ ആക്കിയെന്ന് മാത്രം. എന്നാൽ ഈ വാചകം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്, നാളെ പരലോകത്ത് നടക്കുന്ന കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞ് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ കാണുമ്പോൾ, റബ്ബേ, എന്റെ ഉമ്മത്തിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറയുകയല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഇങ്ങനെ ഉയർത്തും, എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, റബ്ബേ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. സുജൂദെന്ന് തല ഉയർത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ആലോചിച്ചിട്ടല്ല കരയുന്നത്, ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരഞ്ഞ് ആ സുജൂദിൽ കിടക്കുന്നത് കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുക്കിലേക്ക് ചെല്ല്. എന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കും, എന്തിനാ കാര്യം, എന്താണ് മുഹമ്മദിന്റെ ആവശ്യം, ചോദിക്ക്. വഹുവ ആലം, അല്ലാഹുക്കറിയാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമെന്ന് എങ്കിലും ചോദിക്കാൻ വേണ്ടി പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യം, അതാണ് എനിക്ക് ആവശ്യം. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഓഫറുകൾ കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, മുഹമ്മദ്, നീ തല ഉയർത്തിക്കോ, നീ എന്താണോ ചോദിക്കുന്നത് അത് നിനക്ക് നൽകാം, നീ ശഫാഅത്ത് നടത്തിക്കോ, നിന്റെ ശഫാഅത്ത് പൂർത്തീകരിക്കപ്പെടും. എന്തെല്ലാം അവസരങ്ങൾ! അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഖദീജക്ക് വേണ്ടി, എന്റെ ഫാത്തിമക്ക് വേണ്ടി, എന്റെ ആയിഷ, എന്റെ ഹസൻ, എന്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ കാര്യത്തിലല്ല പറയുന്നത്, ഉമ്മത്തി, ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്നാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതിയായി സ്നേഹിച്ചു എങ്കിൽ നമ്മൾ തിരിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്, ധാരാളം പ്രാർത്ഥനകൾ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കട്ടിൽ പോയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലി, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ. അല്ലാഹുവേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ, അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ. മാ അസ്റത്ത് വമാ അഅലത്, അവരുടെ രഹസ്യത്തിലും പരസ്യത്തിലുമുള്ള എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ ഫളഹികത് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ തുടങ്ങി. ഹത്താ സഖത റഅസുഹാ ഫീ ഹജ്രിഹാ മിനൽ ലഹി,
ചിരി കാരണത്താൽ അവർ ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വീണു. അത്രയും സന്തോഷമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കേട്ടിട്ട് വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും, രഹസ്യവും പരസ്യവും എല്ലാ പാപങ്ങളും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തായാലും അല്ലാഹു സ്വീകരിക്കും. അത് ആ ഒരു സന്തോഷത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചിരിക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അയസുറുക്കി ദുആഇ, അല്ല ആയിഷ, എന്റെ ഈ പ്രാർത്ഥന നിങ്ങളെ സന്തോഷിപ്പിച്ചോ? എന്റെ പ്രാർത്ഥന നിങ്ങളെ സന്തോഷിപ്പിച്ചു? ആ സമയത്ത് അവര് പറഞ്ഞു, വമാലി ലാ യസുറുനി ദുആഉക, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പ്രാർത്ഥന സന്തോഷിപ്പിക്കാതിരിക്കാൻ എന്താ കാര്യം? അത്രയും സുന്ദരമായ ഒരു പ്രാർത്ഥനയല്ലേ നിങ്ങൾ നിർവഹിച്ചത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, പ്രിയപ്പെട്ട ഉമ്മത്തെ, നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു വാക്ക് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാത്തിൻ, അല്ലാഹുവാണ് സത്യം, എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നമസ്കാരങ്ങളിലും ഞാൻ ഈ ഒരു പ്രാർത്ഥന എന്റെ ഉമ്മത്തിന് വേണ്ടി നടത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി നടത്തുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ 20,000 വഖത്തിലധികം ഫർള് നമസ്കാരവും അതിലേറെ എത്രയോ വഖത്തുകൾ സുന്നത്ത് നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ കാലമായി നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്ത് എങ്ങനെയാ നിർവഹിക്കേണ്ടത്? എന്താ ആ സ്വലാത്തിലൂടെ നമ്മൾ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും അറിയൂല. നമ്മളും പറയുന്നു നമ്മളും പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മുടെ നേതാവ് വ്യത്യസ്തനാകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ചില പ്രാർത്ഥനകൾ നൽകി, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിർവഹിച്ചത് പ്രവാചകന്റെ അഹ്ലു ബൈത്തിന് വേണ്ടി മാത്രമല്ല, പ്രവാചകന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ഉമ്മത്തിന് മുഴുവനായിട്ടാണ്. ഈ ഉമ്മത്തിന് മുഴുവനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതുഹു, എല്ലാ നബിമാരും അതവര് ധൃതി വെച്ചു കഴിഞ്ഞു, അവർ നിർവഹിച്ചു കഴിഞ്ഞു, എല്ലാവരും അത് നിർവഹിച്ചു കഴിഞ്ഞു. വഇന്നി ഇഖ്തബതു ദഅവതി ശഫാഅതി ലിഉമ്മതി യൗമൽ ഖിയാമ, എന്റെ പ്രാർത്ഥന ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അത് നാളെ പരലോകത്ത് എന്റെ ശഫാഅത്തായിട്ട് അവർക്കുണ്ടാകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ മാറ്റിവെക്കുക. സ്വന്തം കുടുംബത്തിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ മാറ്റിവെക്കുന്നു. നാലാമത്തെ കാര്യം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വർഗത്തിലേക്കുള്ള എല്ലാ മാർഗങ്ങളും കാണിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബി, തീർച്ചയായും സ്വർഗത്തിലേക്കുള്ള എല്ലാ വഴികളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാതെ പോയിട്ടില്ല. സ്വർഗത്തിലേക്കുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട എന്തെല്ലാം വഴികളുണ്ടോ അതും നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നമുക്കിങ്ങനൊരു വഴി പറഞ്ഞു തരാൻ ആരുമില്ലെങ്കിലും, സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അവസ്ഥയാണെങ്കിലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു, പക്ഷെ നമുക്കറിയൂല യഥാർത്ഥ വഴി ഏതാണെന്ന്, നന്മയുടെ വഴി ഏതാണ്, തിന്മയുടെ വഴി ഏതാണ് നമുക്കറിയാത്ത അവസ്ഥയാണെങ്കിലോ, എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പറഞ്ഞു തന്നു. ആ വഴിയിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കണ്ണു തുറന്നാലുള്ള വാക്കെന്തായിരിക്കണമെന്നുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വലത്തേ കൈ നമ്മുടെ വലത്തേ കവിളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ജനിച്ചത് മുതൽ അയാൾ മരിക്കുന്നത് വരെ, അല്ല അയാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെല്ലാം ബാധ്യതകൾ, എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഈ വഴികളിൽ എവിടെയും തന്നെ ഒരു റബീഉൽ അവ്വൽ 12ന്റെ പേര് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റൂല.
എന്തെല്ലാം സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണു തുറന്നാലുള്ള പ്രാർത്ഥന പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരാൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് തുടങ്ങി രാത്രി കിടക്കുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ എന്നിവരെ ഒട്ടേറെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? എങ്കിൽ റബീഉൽ അവ്വൽ ദിവസം നടത്തേണ്ട പ്രാർത്ഥന ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? പല ആളുകളും പറയാറുണ്ട് 2 പെരുന്നാളിനേക്കാൾ പുണ്യമാണ് റബീഉൽ അവ്വൽ 12 എങ്കിൽ ആ 2 പെരുന്നാളിന്റെ സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 2 പെരുന്നാളിന്റെ സുന്നത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ ഖുതുബകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളിന് എങ്ങനെ പോകണം, ആ കുളിക്കുന്ന സമയത്ത് എന്തായിരിക്കണം, വസ്ത്രം ധരിക്കുന്നതിന്റെ സുന്നത്ത്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എന്നാൽ പ്രിയപ്പെട്ട സമൂഹമേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബീഉൽ അവ്വലിന്റെ അന്നേ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും പറയുന്ന റബീഉൽ അവ്വൽ 12 അന്ന് നിർവഹിക്കേണ്ടതായ ഒരൊറ്റ സുന്നത്ത് പോലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഏത് കാല് വെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ വലിയ പുണ്യമായ ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ടത് പഠിപ്പിച്ചില്ല? എന്തുകൊണ്ടത് പഠിപ്പിക്കുന്നില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്തുകൊണ്ട് എന്നതിന്റെ 5ാമത്തെ കാര്യം, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹിക്കുക മാത്രമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം വഴികളുണ്ടോ അതും പറഞ്ഞു തന്നു. ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ മസലി വ മസലുക്കും ഇന്നമാ മസലി വ മസലുൻ നാസി കമസലി റജുലിൻ ഇസ്തൗഖദ നാറാ. എന്റെയും നിങ്ങളുടെയും ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെയാണ്. തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യനെ പോലെ. ഒരു മനുഷ്യനതാ തീ കത്തിച്ചു വച്ചിരിക്കുന്നു. ആ തീയിന്റെ ജ്വാലകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ തീജ്വാലയിലേക്കതാ പാറ്റകളും പ്രാണികളും വന്നുകൊണ്ട് ബന്ധു വീണുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുക്കലതാ ഒരു സമീപത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. ആ സമീപത്ത് നിൽക്കുന്ന മനുഷ്യൻ ഇവകളെയെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നത് പോലെ, അന ആഖിദും ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുന്നവനാണ്. ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കേവലം പരലോകത്തുള്ള നരകത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ദുനിയാവിന്റെ തീയിന്റെ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ വിളക്കണച്ചുകൊണ്ട് കിടക്കണം. ഹദീസ. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ വിളക്കണച്ചുകൊണ്ട് കിടക്കണം. അതല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കത്തിച്ചു വെച്ച വിളക്കിന്റെ അടുത്തുകൂടി വല്ല എലിയോ മറ്റു പ്രാണികളോ പോകുകയും വല്ല ജീവികളും പോകുകയും അത് തട്ടിവീഴ്ത്തുകയും നിങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ദുനിയാവിലെ ഒരു തീയിന്റെ വിഷയത്തിലാണ് പറയുന്നത്. ദുനിയാവിന്റെ തീയിന്റെ വിഷയത്തിൽ പോലും നമ്മൾ അതിൽ സ്പർശിക്കരുത് എന്ന് അതിയായി ആഗ്രഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. നരകത്തുനിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ അത് നരകത്തിലേക്കുള്ളതാണ്, അതിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇനി ആ നരകത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു സിറാത്ത് പാലമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പാലമുണ്ട് എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ഒരിക്കൽ പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ആ ഒരു ജിസ്ർ, ആ ഒരു പാലം, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയാൽ അതിന്റെ ആ പാലം തന്നെ തെന്നുന്നതായിരിക്കും, ആകെ വഴുക്കലുകളുള്ളതായിരിക്കും. അതിന്റെ മുകളിലാവട്ടെ ഇരുമ്പിന്റെ കൊളുത്തുകളുണ്ട്, നല്ല മൂർച്ചയേറിയ കൊളുത്തുകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആളുകൾ ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് കയറുമ്പോ പല ആളുകളും ഒന്നുകിൽ വഴുക്കിക്കൊണ്ട് താഴേക്ക് വീഴും, അതല്ലെങ്കിൽ ആ കൊളുത്തുകൾ ആടിക്കൊണ്ടിരിക്കെ ആ കൊളുത്തുകളിൽ ശരീരം കുടുങ്ങിക്കൊണ്ട് താഴേക്ക് വീഴും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സിറാത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ
അപ്പുറത്ത് നിന്നുകൊണ്ടൊരു പ്രാർത്ഥന അങ്ങനെ ഉണ്ടാകുന്ന, ഈ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർ കയറുമ്പോഴും അവിടെ നിന്നൊരു പ്രാർത്ഥന കേൾക്കും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. അല്ലാഹുവേ, എന്റെ ഉമ്മത്താണ്, അവരെ നീ രക്ഷപ്പെടുത്തണേ, അവരെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. ആര്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅതുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് വിളിക്കാരൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയണം. അതിനുശേഷം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അതിനുശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കണം. അത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ബാങ്ക് കേട്ടില്ലേ? നമ്മൾ ആ പ്രാർത്ഥന നിർവഹിച്ചു. നമ്മളിൽ എത്ര ആളുകൾക്ക് ആ പ്രാർത്ഥന അറിയാം? അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് സമയമില്ലേ പഠിക്കാൻ? നമ്മൾ പറയുന്നു നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നത് സത്യമാണോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നമ്മളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്രവാചകനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക? നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആറാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളിൽ നമ്മൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടോ അതുപോലെയോ അതിലേറെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചിട്ടുണ്ട്. സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ, ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവൻ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവൻ, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവായിട്ടുള്ളവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാ, നമ്മൾ പ്രയാസപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയൂല. അതൊരു വിശ്വാസിയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളാവട്ടെ അവിടെ നമ്മൾ പ്രയാസപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അങ്ങനെ പഠിച്ചു പോകുക എന്നതിലുപരിയായി നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ പറയപ്പെട്ട അടയാളങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനായി പഠിപ്പിച്ച ഒട്ടേറെ വഴികൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വയം പരിശോധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തിരിച്ചും പ്രവാചകനെ സ്നേഹിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് എന്നും എന്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നതിൻ്റെ മറുപടിയുമാണ് സൂചിപ്പിച്ചു വന്നത്. ആ പ്രവാചകൻ നമ്മെ അതിയായി സ്നേഹിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മെ അതിയായി പരിഗണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണെങ്കിൽ
നാളെ പരലോകത്തുള്ള വലിയ ഒരു സ്ഥാനം, ശഫാഅത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത് ഈ ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ല നമുക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ 2 ഖുതുബകൾക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നാളെ പരലോകത്തുള്ള ഒരു ഘട്ടത്തെക്കുറിച്ച്. എല്ലാവരും പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ഇങ്ങനെ ചെന്ന് എത്രയും പെട്ടെന്നൊന്ന് വിചാരണ നടത്താൻ വേണ്ടി പറയുമ്പോൾ എല്ലാവരും കൈമലർത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ആദ്യമായി സുജൂദിലേക്ക് വീടുന്നത് അന സയ്യിദു വലദി ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് പറയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് പറയുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള പണി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ചോദിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല. ഖേദകരമെന്ന് പറയട്ടെ, പലരും വിചാരിച്ചിട്ടുള്ളത് ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അങ്ങനെയല്ല. അള്ളാഹുവിന്റെ അടുക്കലാണ് പൂർണ്ണമായ കഴിവുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കും, ശഫാഅത്ത് നൽകിക്കൊണ്ട് പരിഗണിക്കും. എങ്കിൽ ആ ശഫാഅത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നാളെ പരലോകത്തുള്ള ഒന്നാമത്തെ ശഫാഅത്ത് അശ്ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന ശഫാഅത്ത് ഉണ്ട്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅൻതലിഖു ഫആതി തഹ്തൽ അർശ്, അങ്ങനെ ഞാൻ അർശിന്റെ അടുക്കലേക്ക് ചെല്ലും, അതിന്റെ ആ താഴെ വരെ എത്തുകയും എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഫഅഖഉ സാജിദൻ ലിറബ്ബി, എന്റെ റബ്ബിന് വേണ്ടി ഞാനൊന്ന് സുജൂദ് ചെയ്യും. സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ വയുൽഹിമുനി മിൻ മഹാമിദിഹി വഉസ്നി സനായി അലൈഹി ശൈഅ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു ഹദീസ് നാളെ പരലോകത്തുള്ള ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്തേക്ക് ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി വീണ് അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാത്ത പ്രാർത്ഥനകൾ, നിർവഹിക്കാത്ത സ്തുതികീർത്തനങ്ങൾ എല്ലാം നിർവഹിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക, മുഹമ്മദേ നീ നിന്റെ തല ഉയർത്ത്, നീ തല ഉയർത്ത്, സൽ തുഅതഹു ഇശ്ഫഅ തുശഫഅ, നീ ചോദിച്ചോ ഞാൻ നിനക്ക് ഉത്തരം തരാം, നീ ശഫാഅത്ത് നടത്തിക്കോ ഞാൻ ശഫാഅത്ത് നൽകാം. അവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നതെന്നറിയോ, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്താണ്. അവിടുന്ന് ആ പ്രവാചകന്റെ വാചകത്തിൽ ആ ഉമ്മത്തിന്റെ വാചകം മാത്രമല്ല, ഹദീസുകളിൽ കാണുവാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന മറ്റൊരു ശഫാഅത്തുണ്ട്. സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനായി അങ്ങോട്ട് പറഞ്ഞയക്കുകയും അവർ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോയി തിരിച്ചു വരികയും ചെയ്യും. അവർ വന്നിട്ട് പറയാണ്, പ്രവാചകരെ സ്വർഗം അടക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് തുറക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അങ്ങോട്ട് ചെല്ലും, ആതി ബാബൽ ജന്ന യൗമൽ ഖിയാമ ഫഅസ്തഫ്തിഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് പറയും, ഈ വാതിൽ തുറക്കുക എന്ന് പറയും. ഉടനെ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിക്കും, മൻ അൻത്, നിങ്ങൾ ആരാ, നിങ്ങൾ ആരാണ്? ആ സമയത്ത് പറയും, അന മുഹമ്മദ്, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാ. ആ സമയത്ത് ആ മലക്ക് പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിലാണ്, നിങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഈ കവാടം തുറന്നു കൊടുത്തിട്ടില്ല. ആദ്യമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, തന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ ജീവിതം ഒന്നിങ്ങനെ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞ ഷഹാദത്ത് കലിമ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമസ്കാരം, അതിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയും കണിശതയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിങ്ങനെ പരിശോധിക്കുമ്പോഴാണ് എവിടെയൊക്കെയോ ചില പോരായ്മകളുണ്ട്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയുകയും എന്നാൽ ഈ ഉമ്മത്തിന് ഒരിക്കലും യോജിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് വിവാഹത്തിന്റെ വിഷയത്തിൽ, മരണാനന്തര കർമ്മങ്ങളിൽ, ആഘോഷങ്ങളുടെ പേരിൽ ആഭാസങ്ങളായിക്കൊണ്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ, ആർക്കും ഒരു പ്രശ്നമില്ല. അതൊക്കെ ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടം ആരാ എന്താ അതൊന്നും നോക്കേണ്ടതില്ല, നിങ്ങളെ പണി നോക്കിയാൽ മതി എന്നാ പറയാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണിയായിട്ടായി പറയണത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ
അള്ളാന്റെ ദീനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അത് എന്തെല്ലാം ആഘോഷങ്ങളാണെങ്കിലും എന്തെല്ലാം ആവാസങ്ങളാണെങ്കിലും അതൊന്നൊക്കെ വിട്ടുനിൽക്കണം. അത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നതാണെങ്കിലും ശരി, ഇസ്ലാം അല്ലാത്തതിന്റെ പേരിൽ നടക്കുന്നതാണെങ്കിലും ശരി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും പറഞ്ഞ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പരിമിതപ്പെടണം. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളുടെ വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.